പടിഞ്ഞാറൻ ബർമയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് അതിരൂക്ഷമായ വംശീയ പോരാട്ടം തുടരുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം സൈന്യം നടത്തിയ നടപടിയിൽ 28 റോഹിംഗ്യ മുസ്ലിം വംശജർ കൊല്ലപ്പെട്ടു. കലാപങ്ങൾക്കിടെ 2 പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. അജ്ഞാത സംഘത്തിന്റെ ആക്രമണത്തിൽ 9 പോലീസുകാർ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ നിരവധി ഗ്രാമങ്ങളിലാണ് പട്ടാളം വ്യാപക തെരച്ചിൽ നടത്തിയത്. നിരവധി തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തതായി സൈന്യം അവകാശപ്പെട്ടു. സായുധരായ കലാപകാരികളെ അമർച്ച ചെയ്യാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വെടിവയ്പ് നടത്തിയതായും റിപ്പോർട്ടുണ്ട്. നിരവധി ഗ്രാമങ്ങൾ ഈ നടപടിയിൽ അഗ്നിക്കിരയായി. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന സംഘടന പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. റോഹിംഗ്യ ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഏതാണ്ട് 430ഓളം വീടുകൾ തകർന്നതായി ചിത്രത്തിൽ വ്യക്തമാണ്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവ് കൂടിയായ ആൻ സാങ് സൂക്കിയുടെ നേതൃത്വത്തിൽ പട്ടാള മേധാവിത്വത്തിൽ നിന്ന് രാജ്യത്തിന് ഒട്ടൊരു മോചനം ലഭിച്ചെങ്കിലും വംശീയ വിഷയം നീറിപ്പുകയുകയാണ്. തലമുറകളായി ഇവിടെ കഴിയുന്ന റോഹിംഗ്യ മുസ്ലിം വിഭാഗങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ തന്നെയെന്നാണ് രാജ്യത്തെ നിയമങ്ങൾ ഇപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വരെ നിയമപരിരക്ഷ ഇവർക്കില്ല. സാമൂഹ്യനീതി പൂർണ്ണമായും നിഷേധിക്കപ്പെടുകയാണ്. ഇതിനു പിന്നാലെയാണ് ബുദ്ധമത വിശ്വാസികൾ ഇവർക്കെതിരെ നടത്തുന്ന വംശീയ അതിക്രമങ്ങളും. കഴിഞ്ഞ മാസം തീവ്ര സ്വഭാവമുള്ള റോഹിംഗ്യ സംഘടന നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഗ്രാമങ്ങളിൽ പട്ടാളം വ്യാപക ആക്രമണം അഴിച്ചുവിട്ടത്.